ഇപ്പം വയനാട് ദുരന്തമുഖത്ത് ദുരന്തമനുഭവിക്കുന്ന കുഞ്ഞു കുരുന്നുകൾക്ക് ഫുഡ് കഴിക്കാൻ പോലും പ്രായമാകാത്ത കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികൾക്ക് മുലപ്പാൽ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം നൽകാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇടുക്കിയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നത്. സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും മൂല്യമായിട്ട് നൽകാൻ പറ്റുന്നത് മുലപ്പാൽ തന്നെയാണ് എന്ന് കരുതിയാണ് മുലപ്പാൽ നൽകാൻ തീരുമാനിച്ചത്. ആർത്തലച്ചെത്തിയ ഉരുൾപൊട്ടലിൽ അനാഥരായിപ്പോയ അമ്മച്ചൂട് നഷ്ടമായ വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ പകരാൻ ഇടുക്കിയിൽ നിന്നൊരമ്മ. ഇടുക്കി ഉപ്പുതുറയിൽ നിന്ന് 600 കിലോമീറ്ററിലേറെ തങ്ങളുടെ പിക്കപ്പ് വാനിൽ സഞ്ചരിച്ചാണ് സജിനും ഭാര്യ ഭാവനയും 2 പിഞ്ചോമനുകളും വയനാട്ടിലെ ദുരന്തമുഖത്തെത്തിയത്. വിശന്നു കരയുന്ന ദുരന്തഭൂവിലെ കുഞ്ഞുങ്ങൾക്ക് സാന്ത്വനസ്തന്യം പകരുക എന്നതായിരുന്നു ലക്ഷ്യം. വയനാട്ടിലെത്തിയത് മുതൽ വാത്സല്യത്തിൻ്റെ അമ്മിഞ്ഞപ്പാൽ തേടി ഭാവനയ്ക്കെത്തുന്ന കോളുകൾക്ക് കണക്കില്ല. എൻ്റെ പേര് സജിൻ, ഇതെൻ്റെ ഭാര്യയാണ് ഭാവന. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. ഇത് ഇവാഞ്ചലീന, എൽജിൻ. 4 മാസം പ്രായമാണ് ഞങ്ങളുടെ കുഞ്ഞിന്. അതുപോലെ തന്നെയാണ് വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന കുഞ്ഞു കുട്ടികൾ, ഈ 4 മാസവും 3 മാസവും ഒക്കെയുള്ള കുഞ്ഞുങ്ങൾ. അവർക്ക് മറ്റുള്ള ആഹാരങ്ങൾ ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണെങ്കിൽ പോലും ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന, അവർക്ക് മുന്നോട്ട് ആരോഗ്യം നൽകുന്നത് അമ്മയുടെ മുലപ്പാൽ തന്നെയാണ്. അത് നമുക്കൊരു കുഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ആ ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങിത്തിരിച്ചത്. ഇവിടെ ഇപ്പോൾ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ഒരുപാട് പേര് വളരെയധികം സഹായ വാഗ്ദാനങ്ങൾ നൽകുന്നതായി കണ്ടു. നമുക്കങ്ങനെ അത്തരത്തിൽ സഹായങ്ങൾ നൽകാനൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഏറ്റവും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും മൂല്യമായിട്ട് നൽകാൻ പറ്റുന്നത് മുലപ്പാൽ തന്നെയാണ് എന്ന് കരുതിയാണ് മുലപ്പാൽ നൽകാൻ തീരുമാനിച്ചത്. സാമ്പത്തികമായി നമുക്കൊന്നും നൽകാനില്ല. ഇടുക്കിയിലെ ഉപ്പുതറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. നമുക്കുള്ളത് ഒരു പിക്കപ്പ് വാഹനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഉപജീവന മാർഗം നയിച്ചു പോകുന്നത്. ഞങ്ങൾ ആ വാഹനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വയനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഒരു വാഹനമാണ്. അതുപോലും നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഒരു തരത്തിലും എന്താ പറയുന്നത്, നമുക്ക് ഇപ്പോൾ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ഇനിയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം എന്നൊരു ചിന്തയാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. അതുപോലും ഇല്ലാതെ ഒരു കഷ്ടപ്പെടാൻ മനസ്സ് കയ്യും കാലും വരെ അറ്റുപോയ ഉറ്റവരെ കാണുന്ന ഒത്തിരി പേര് ഈ വയനാട്ടിലുണ്ട്. അവരുടെയൊക്കെ വിഷമം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരാഴ്ച തൊഴിലില്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇതെങ്ങനെയെങ്കിലും ഈ കുരുന്നുകൾക്ക് നമ്മളാലാകുന്ന സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാകട്ടെ എന്നൊരു കരുതലിലാണ് നമ്മളിവിടെ. ഇപ്പോൾ എത്ര ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കണമെങ്കിലും അത് നിൽക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പല ഭാഗത്തുള്ള ആളുകൾ നമ്മളുമായിട്ട് സംസാരിക്കുകയും ഈ ചെയ്ത കാര്യം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു പ്രചോദനമായ രീതിക്കാണ് ഞങ്ങൾക്കത് തോന്നിയത്. അതിനുശേഷം മറ്റുള്ള ഒത്തിരി പേര് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും, എന്നു വെച്ചാൽ അവശ്യ സാധനങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പക്ഷേ ഈ അവശ്യ സാധനങ്ങൾക്ക് പുറമെ ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് കുഞ്ഞു കുരുന്നുകൾ. അവർക്ക് കൊടുക്കുന്നതിന് ഭക്ഷണം വെളിയിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പോലും സാധിക്കാത്ത കുഞ്ഞു കുരുന്നുകളുണ്ട്. അത് ജനിച്ച ദിവസങ്ങളോ മാസങ്ങളായ കുഞ്ഞുങ്ങൾ. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ഒരു കുഞ്ഞു കൊച്ചുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. കാരണം ഞാനൊരു അമ്മയാണ്, എനിക്കൊരു ഞാൻ ഫീഡ് ചെയ്യുന്ന ഒരു കുഞ്ഞുണ്ട്. മറ്റൊന്നും ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും നമ്മളിങ്ങനെ ഒരു കമൻറ്റ് ഇട്ട ശേഷം ആരെങ്കിലും ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പോകണം. ഒരു കുഞ്ഞിന് നമുക്ക് മുലപ്പാൽ നൽകാൻ പറ്റിയ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കരുതാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നൊരു വണ്ടി വിറ്റിട്ട് പുതിയ വണ്ടി വന്നിട്ട് ഏകദേശം ഒരു 1.5 മാസം ആയതേ ഉള്ളൂ. അതേ 1300 കിലോമീറ്റർ 1400 കിലോമീറ്റർ ആകുമ്പോഴാണ് നമ്മളിങ്ങോട്ട് പോരുന്നത്. ഇപ്പോഴാണ് അത് 2000 കിലോമീറ്റർ ആകുന്നത് പോലും ആ വണ്ടി. നമ്മൾ ഇവിടെ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദിവസമോ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ആളുടെ വണ്ടിയോ അല്ലെങ്കിൽ വേറൊരു വാഹനം വിളിച്ചോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തികം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം വാഹനമാണ്. ഡീസൽ മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. അതുകൊണ്ടാണ് സ്വന്തം വാഹനത്തിൽ തന്നെ ഞങ്ങൾ പോകുന്നത്. നമ്മൾ ഒരു പിക്കപ്പിനാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ചെറിയൊരു വേദന, ഒരു 400 കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഓർക്കുമ്പോൾ നമുക്ക്
ഇതൊരു ബുദ്ധിമുട്ടല്ല. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ വരുന്നതും വരെ വലിയ വഴക്കോ കാര്യങ്ങളോ ഇല്ലാതെ ഞങ്ങളോട് സഹകരിച്ച് തന്നെയാണ് കുഞ്ഞുങ്ങളും പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ വണ്ടിയാണ് നമ്മൾ ബൈബിൾ എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വഴിക്കൊരു തടസ്സവും ഇല്ലായിരുന്നു. നമ്മളിവിടെ എത്തുന്നിടം വരെ ഒരു തടസ്സവും ഇല്ലാതാണ് ഇവിടെ എത്തിച്ചേർന്നത്. വാർത്ത വന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളവിടെ തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ബാക്കിയാണ്. ഞങ്ങളിപ്പോഴും വീട്ടിൽ തന്നെ ഞങ്ങൾ എടുത്ത് വൈകിട്ട് കഴിക്കാൻ വെച്ചിരുന്ന കഞ്ഞി അതേപടിയോടെ പാത്രം പോലും കഴുകി വെക്കാതാണ് ഞങ്ങൾ അന്നത്തെ ദിവസം ഇവിടുന്ന് പോരുന്നത്. ഇതിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട് ഇവിടെ ഉണ്ട്. നമ്മുടെ ചേട്ടനാണിത്. അപ്പം അങ്ങനെയുള്ള വീടുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ശകലം കിലോമീറ്റർ, ഇപ്പം ക്യാമ്പിൽ നിന്ന് ശകലം കിലോമീറ്റർ ഇങ്ങോട്ട് ഓടേണ്ടി വരും. എന്നിരുന്നാൽ തന്നെ ഇവിടെയാണ് നമുക്ക് കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും നോക്കി നിൽക്കാൻ പറ്റും രാത്രിയാണെങ്കിലും. എൻ്റെ പേര് ബിജു. എൻ്റെ വീട് പുൽപ്പള്ളിയാണ്. പുൽപ്പള്ളി വീട്ടുപേര് പാട്ടുപാളയിൽ നിന്നാണ്. പിന്നെ ഇവർ എൻ്റെ അമ്മാവൻ്റെ മകനാണ്. ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ നിന്ന് ഇവരിത് ഓർക്കാപ്പുറത്ത് മിനിങ്ങാന്ന് രാത്രി എന്നെ വിളിക്കുകയുണ്ടായി. ഒരു 10 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ഒരു പ്രശ്നമുണ്ട്, വയനാട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടമാനം ഫോൺ കോളുകൾ വരുന്നുണ്ട്, അപ്പോൾ ഞങ്ങളിതിന് റെഡിയാണ്, ഞങ്ങളങ്ങ് പോരാൻ തുടങ്ങുകയെന്ന് പറഞ്ഞു. ഞാൻ വളരെ അതിൽ സന്തോഷിക്കുകയത്. നമുക്കെന്താണെന്നറിയാം, ഈ നാടിനെ കണ്ടമാനം സേവനം ചെയ്യാൻ എല്ലാ ജനങ്ങളും തയ്യാറായപ്പോൾ ഒരു മുലയൂട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഒരു മനുഷ്യനും ഒരു ചിന്തിക്കാത്ത രീതിയിലേക്ക് ഒരു മനസ്സ്, രണ്ടുപേരെയും മനസ്സൊന്നാവാനും അതിനെക്കുറിച്ചുള്ളൊരു ആശയങ്ങൾ നിലനിർത്തുവാനും ഇവിടെ എത്തുവാൻ കഴിഞ്ഞതിൽ വളരെയധികം നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ 2 ചെറിയ മക്കളാണ്. ആ ചെറിയ മക്കളെ കൊണ്ട് ഏകദേശം ഒരു 600 കിലോമീറ്ററിനടുത്ത് യാത്ര ചെയ്ത് ഈ നാട്ടിലേക്ക് ഇത്രയും പ്രദേശത്ത്, അതായത് തണുപ്പും കാലാവസ്ഥേൻ്റെയും എല്ലാം മറികടന്നുകൊണ്ട് പിന്നെ 2 ചെറിയ മക്കളുമായിട്ട് ഇവിടെ എത്തുവാനും ഇന്നലെ അവർ ക്യാമ്പിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് ഇന്നലെ രാത്രി ഞാൻ വളരെ വൈകി അവരെ വിളിച്ചാണ് ഞാനിവിടെ വരുത്തിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരാണ് 1 മണിക്കൂർ സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഓർത്താണ് ഇന്നലെ വിളിച്ചിവിടെ എത്തിച്ചത്. ഇന്നിപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് അനേകം കോളുകൾ വരുന്നുണ്ട്. അവർക്ക് അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊരു നല്ല രീതിയിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലുകളിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയുള്ള ബ്രസ്റ്റ് പമ്പ് പോലുള്ള സംഭവങ്ങൾ നിലവിലിവിടെ എത്തിച്ചേർന്നിട്ടില്ല. നമുക്കിപ്പോൾ നേരിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് നമ്മളല്ലെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ കുഞ്ഞിൻ്റെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ കുഞ്ഞിന് ആഹാരമായിട്ട് അത് കിട്ടുകയുള്ളൂ. പക്ഷേ അതേസമയം ഇത് നമുക്ക് ശേഖരിച്ച് വെക്കാനുള്ള ഒരു സംവിധാനം ആശുപത്രികളിൽ ഒരുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വിശക്കുന്ന സമയങ്ങളിൽ ഇതെത്തിച്ച് നൽകാനുള്ള സംവിധാനം ഉണ്ടാകുമായിരുന്നു. നമ്മൾ ഇട്ട പോസ്റ്റിനടിയിൽ തന്നെയാണ് ഇഷ്ടം പോലെ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂസുകൾ വരുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നവരെ നോക്കാം, ന്യൂസുകൾ വരുന്നതിൻ്റെ അടിയിൽ തന്നെ ആളുകൾ കമൻറ്റുകൾ കാര്യങ്ങൾ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. നാട്ടിൽ നിന്ന് തന്നെയാണേലും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മറ്റുള്ള അമ്മമാർ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞ സുഹൃത്തുക്കളുണ്ട്. നമ്മൾ വന്ന വഴിക്ക് തന്നെ വിളിച്ചത്. അതൊക്കെ നമ്മളിങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അതിനകത്ത് ഇങ്ങനെയൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചത് തന്നെ എനിക്കിപ്പോൾ തോന്നുന്നത്, ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റാണ് ഇട്ടത്. ആ കമൻ്റ് ഇട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ അവിടെ ഇടുക്കിയിൽ തന്നെ നിൽക്കാം, ഇങ്ങോട്ട് തിരിക്കാതെ. ആളുകൾ എന്നെ വിളിച്ചാലും ഞാൻ ഇടുക്കിയിലുണ്ട്, വിളിച്ചാൽ വന്നോളാം എന്ന് പറഞ്ഞ് എനിക്ക് നിൽക്കാം. പക്ഷേ നമ്മളെ വിളിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞ് കിടന്ന് കരയുന്ന പോലെ കരയുന്ന ഒരു കുഞ്ഞ് അവിടെ ഉണ്ട് എന്നൊരു മനോഭാവം നമുക്കുണ്ടായതുകൊണ്ടാണ് നമ്മൾ അന്നേരം തന്നെ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ എത്തിച്ചേർന്നതും. അത് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വീട്ടുകാരാണെങ്കിലും അതുപോലെ തന്നെ പല രാഷ്ട്രീയ സംഘടനകളാണേലും വ്യക്തികളാണേലും എല്ലാവരും നല്ല സപ്പോർട്ടായിട്ടാണ് നമുക്ക് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തും എന്തിനും നെഗറ്റീവ് പറയുന്ന കുറേ ആളുകളുണ്ട്. അവർ ഇതും പറയുന്നുണ്ട്. കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്ന ആളുകളുണ്ട്. ഇവരോടൊക്കെ എന്ത് പറയാനാണെന്ന് പോലും അറിയില്ല. ഞാൻ ഇത് മറ്റൊരു കുട്ടിയായി, അതായത് വേറൊരു ജാതിയിലോ മതത്തിലോ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ കൊടുക്കുന്ന പോലെ തന്നെ കരുതി മറ്റു കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ കരുതി അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭാവനയുടെ അമ്മച്ചൂടേറ്റ് ആ അമ്മിഞ്ഞ പാലിൻ്റെ മധുരം നുകർന്ന് ആ കുരുന്നുകൾ വിശപ്പ് മറക്കും. അതോടൊപ്പം ആ ദുരന്ത ഓർമ്മകളും.